ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു എഗ് സാൻഡ്വിച്ചാണ്. അപ്പം നമുക്ക് ഈ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ്. നമുക്ക് വേണ്ടത് ബ്രെഡ് വേണം, മുട്ട വേണം, ബട്ടർ വേണം, അതുപോലെ തന്നെ ഓണിയൻ സവാള വേണം, മല്ലിയില വേണം, നമ്മുടെ ടൊമാറ്റോ വേണം, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള സവാള നമുക്ക് അരിഞ്ഞെടുക്കാം. അതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എത്ര മുട്ടയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിന്നിവിടെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് വന്നത്. നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു ഗെറ്റ് ടുഗദർ ഇവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടെ കൂടുമ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു നല്ല ഐറ്റം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓംലെറ്റ് തയ്യാറാക്കി അപ്പോൾ ഓംലെറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഒരു മുട്ട അടിച്ച് കാണിക്കാൻ പോവുകയാണ്. അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 1/2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, സവാള, മല്ലിയില, പച്ചമുളക് എല്ലാം ചേർത്തിട്ട് നമ്മൾ ഇതിൽ അല്പം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ മൈദ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ അല്പം വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. ഇപ്പോൾ ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ട വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ കൂടുതൽ മുട്ട, അതായത് ഒന്നിച്ച് ബാറ്റർ തയ്യാറാക്കുകയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഓരോ മുട്ട എടുത്തിട്ട് അടിക്കണമല്ലോ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ. അപ്പം നമുക്ക് 2 മെത്തേഡും ഇവിടെ ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ഒരു മുട്ട കൊണ്ടുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ ആ ബാറ്റർ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുക. അതിന് മുകളിലേക്ക് നമ്മുടെ ബ്രെഡ് എടുത്ത് വയ്ക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ 2 സൈഡിലും തേച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അത് തിരിച്ചിട്ടു. ഇതുപോലെ ഒന്ന് അമക്കി കൊടുത്ത് ബാക്ക് സൈഡും കൂടെ നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ബ്രെഡും അത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ബട്ടറൊക്കെ തേച്ചല്ലേ. ഇതേപോലെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് 2 സൈഡും ഒന്നും കൂടെ ഇട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് അതിനുള്ളിലായി കഴിഞ്ഞു. കണ്ട, ഈ മെത്തേഡിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ബാറ്റർ ഒന്നിച്ച് തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും എല്ലാം ഇതുപോലെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. അപ്പം ഇനിയും നമ്മൾ പുതിയൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഈ സാൻഡ്വിച്ച്, എഗ് സാൻഡ്വിച്ച്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുക. നമ്മുടെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിടുവാൻ ശ്രദ്ധിക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓംലേറ്റ് അത്ര കരിയില്ല. പക്ഷെങ്കിൽ ബ്രെഡ് നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ബട്ടറും ഒക്കെ കൂടെ തേച്ചതല്ലേ, അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ എപ്പോഴും ഇട്ട് കൊടുക്കാവൂ. അപ്പം നമുക്ക് ബാക്കിയുള്ള സാൻഡ്വിച്ചും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ, പുതുമയുള്ള ഒരു വീഡിയോയുമായി ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.